ഉസ്താദെ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല, അതുകൊണ്ടാണ് ലേശം മടിച്ചു നിന്ന്. എന്നാലും സാധാരണ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ 10 റുപ്യ ചെയ്യുകയാണെങ്കിൽ 7 റുപ്യ സാധാരണ കിട്ടുമല്ലോ. അങ്ങനെ വരുമ്പോ അതേപോലാണല്ലോ ഈ പിന്നെ അവര് ലോണ് തരാന്ന് പറയുകയാണെങ്കിലും 10 റുപ്യ എടുത്താൽ ആ ടാക്സ് പോലത്തെ 7 റുപ്യന്റെ ബാക്കി 3 റുപ്യ ടാക്സ് ആണെന്നാ പറഞ്ഞത്. അതേപോലെ 10 റുപ്യ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ഒരു 7 റുപ്യാണ് 10 റുപ്യ അല്ലാതെ ലോൺ എടുക്കുക എന്ന് പറഞ്ഞാലും 13 റുപ്യ പിടിക്കുമെന്നാ പറയല്. ആ മൂന്നും അതിന്റെ അതിനുള്ള ചാർജ് ആണെന്നാണ് ഞാൻ അന്വേഷണം അറിയിച്ചത്. അപ്പൊ അത് പലിശന്റെ വിഭാഗത്തിൽ പെടുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉസ്താദേ. അസ്സലാമു അലൈക്കും. ലോണ് അനുവദിക്കുന്ന പറഞ്ഞ് പൈസ ഇല്ലാത്തവർക്ക് 15 റുപ്യ അല്ലെങ്കിൽ 20 റുപ്യ ഒക്കെ മുൻകൂർ ലോൺ അനുവദിച്ചു തരും. പക്ഷേ അടുത്ത റീചാർജിൽ നിന്നും 25 രൂപ ഈടാക്കും, അല്ലെങ്കിൽ 15 ആണെങ്കിൽ 18 രൂപ ഈടാക്കും എന്ന് പറഞ്ഞാൽ ഈ ഈടാക്കുന്ന 3 റുപ്യ പലിശയാവുന്നു. കാരണം അതിനാണല്ലോ ലോൺ എന്ന് പറയുന്നത്. ഏത് ഹൗസ് ലോൺ ആയാലും അല്ലാത്ത മൊബൈലിന്റെ റീചാർജ് ലോൺ ആയാലും എല്ലാ ലോണും പലിശയാവുന്നു ഈടാക്കൽ. അതൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് നല്ലതല്ല, ഒഴിവാക്കേണ്ടതാവുന്നു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഞാനൊരു വിഷയവുമായിട്ട് ബന്ധപ്പെടാത്തൊരു ചോദ്യം ചോദിക്കാനാണ് പൊരുത്തപ്പെടണം. അതായത് നമ്മുടെ റൂമിനടുത്ത് 3 പള്ളികൾ കഴിഞ്ഞിട്ട് 4മതൊരു പള്ളിയിലാണ് ജുമായ്ക്ക് പോകുന്നത്. റൂമിനടുത്തുള്ള പള്ളിയില് ആള് നിറഞ്ഞു കഴിഞ്ഞാൽ വാതിലടയ്ക്കുന്നത് കൊണ്ട് പുറത്തു നിന്ന് നിസ്കരിക്കേണ്ട അവസ്ഥയുണ്ട്. രണ്ടാമത്തെ നിലയിലേക്കുള്ള വാതില് സ്റ്റെപ്സ് പള്ളിക്ക് പുറത്താണ്. ഇനി 3മത്തെ പള്ളിയിലാണെങ്കിൽ ആ പള്ളിയിലെ ഇമാമിന്റെ പുറത്ത് ചെറിയ കുഞ്ഞ് ഉള്ളത് പോലെയുള്ള പുറത്താണ്. അപ്പൊ അത് 3 കഴിഞ്ഞിട്ട് 4മതൊരു പള്ളിയിലാണ് പോയി നിസ്കരിക്കുന്നത്. പക്ഷെ അവിടെയും ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞതിലുണ്ട്. ക്ലാസ്സിൽ നിന്ന് കേട്ടതനുസരിച്ചിട്ട് അവിടെ ഇമാം ഉൾപ്പെടെ 2, 3 ചിലപ്പോ 4 അതിലധികം ഒക്കെ സൗദികളുണ്ടാകും. ബാക്കി ഉണ്ടാകൽ മുഴുവനും ഇവിടുത്തെ വിദേശികളാണ്. അത് വലിയ പള്ളിയാണ്, സൗകര്യമായിട്ടിരുന്ന് നിസ്കരിക്കാനും ഒക്കെ സൗകര്യമുള്ള പള്ളിയാണ്. അവിടെയാണ് പോകുന്നത്. അതിലെന്താ അപാകതകള്, അല്ലെങ്കിൽ ഇങ്ങനെ 3 പള്ളി താണ്ടി 4മതൊരു പള്ളിയിൽ പോകുന്നതിന് തെറ്റുണ്ടോ എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തോടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, തങ്ങൾ വാപ്പാന്റെ ഇസ്കാല എല്ലാം പ്രശ്നം തന്നെയാണ് ഞങ്ങൾ വാപ്പ. നേരത്തെ പോയാൽ പള്ളിയിൽ അകത്ത് തന്നെ പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഇനി വെള്ളിയാഴ്ച ജോലി ഉള്ളത് കൊണ്ട് നേരത്തെ എത്താൻ കഴിയുന്നില്ല. വാതിലടച്ചതിന് ശേഷം പുറത്തു നിന്നാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും ഗ്ലാസിന്റെ ഉള്ളിലൂടെ അകത്തുള്ളവരെ കാണുന്നുണ്ടെങ്കിലും പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് വാതിലടച്ചാൽ ഉള്ളിലുള്ള ഇമാമിനെ തുടരാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പത്തെ നമസ്കാരം സഹിയാവൂല. അപ്പൊ അകത്തെത്താൻ കഴിയുമെങ്കിൽ അത് തന്നെ ഉത്തമം. ഇല്ലെങ്കിൽ അവിടെ തുടരാൻ പറ്റൂല, നമസ്കാരം സഹിയാവൂലല്ലോ. അതുപോലെ തന്നെ കോണിയുടെ പടി പുറത്തേക്ക്, പള്ളിയുടെ ഉള്ളിൽ നിന്നല്ല പുറത്തു നിന്നുള്ള കോണിയിലൂടെ കയറിയാൽ മോളിൽ നിൽക്കുന്നവരുടെ നിസ്കാരം ഷാഫി മദ്ഹബ് അനുസരിച്ച് സഹിഹല്ല. അപ്പൊ അവിടെയും പോകാൻ പാടില്ല. അവിടെ പോയാൽ നിസ്കാരം സഹിഹും അല്ല, മുകളിൽ നിന്നാൽ. പിന്നെ അതിന്റെ അപ്പുറത്തെത്തിയാൽ ഇമാമിന്റെ ഖിറാഅത്ത് സഹീഹായി തോന്നുന്നില്ല. ഇമാമിന്റെ ഖിറാഅത്ത് സഹീഹായാതിരുന്നാൽ
ഉമ്മിയാണെന്നാ വിധി. ഉമ്മിയനോട് തുടർന്നാലും നിസ്കാരം സഹിയാവൂല. ഇനി നാലാമത്തോടത്ത് എത്തിയാല് ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് വതനികളായ 4 or 5 ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അജ്നബികളാ. ഷാഫി മദ്ഹബ് അനുസരിച്ച് വതനികളായ നിശ്ചിത എണ്ണം ഉണ്ടെങ്കിലേ ജുമാ സഹിയാവുള്ളൂ. എന്നാ കൂട്ടത്തിൽ നല്ലത് അത് തന്നെ. 4 ആളുണ്ടെങ്കിൽ വതനിയായ ഷർത്തത്ത 4 ആള് പങ്കെടുക്കുന്ന ജുമാ ആണെങ്കിൽ സഹീഹാകും എന്നൊരു കൗല് ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. അത് മറ്റൊരു പുറമുള്ള മദ്ഹബല്ല, ഷാഫി മദ്ഹബിലെ തന്നെ മറ്റൊരു കൗലാണ്. ആ കൗല് എത്തിമാദ് ചെയ്ത് അടിസ്ഥാനമാക്കി കൊണ്ടുള്ള ജുമായിൽ പങ്കെടുത്ത് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. പക്ഷേ സൂക്ഷ്മതക്ക് ളുഹ്റ് മടക്കി നിസ്കരിക്കൽ സുന്നത്താ. കാരണം എന്താ, മുഅത്തമദായ കൗലനുസരിച്ച് 40 ആള് വേണമെന്നാ. ഷാഫി മദ്ഹബില് വതനികളായ 40 ആളുകൾ വേണമെന്നാ. അതിൽ കുറഞ്ഞ ജുമാ സഹിയാവൂല എന്നാണ് കൗല്. ആ കൗലിനെ പരിഗണിച്ചുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ളുഹ്റ് മടക്കി നിസ്കരിക്കുകയും എന്നാൽ 4 ആളുകൾ ഉണ്ടെങ്കിൽ ജുമാ സഹിയാവും എന്ന ഷാഫി മദ്ഹബിലെ തന്നെ മറ്റേ കൗലിനെ തഖ്ലീദ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ ജുമായിൽ പങ്കെടുത്ത് നിസ്കരിക്കുകയും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ളുഹ്റ് മടക്കി നിസ്കരിക്കുകയും ചെയ്യലാണ് ഏറ്റവും നല്ല രീതി. ആദ്യം പറഞ്ഞോടത്ത് അകത്തെത്താൻ പറ്റാതെ അവിടെ തുടരാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞോടത്ത് ഏതായാലും താഴെ എത്താൻ പറ്റൂലെങ്കിൽ മുകളിൽ കയറിയാൽ നിസ്കാരം തന്നെ സഹിയാവൂല. അതുപോലെ തന്നെ ഇമാമിന്റെ ഫാത്തിഹ ശരിയാവുന്നില്ല എന്നൊരവസ്ഥയാണെങ്കിൽ അവിടെയും തുടർന്നാൽ സഹിയാവൂല. കൂട്ടത്തിൽ 4-മത്തത് തന്നെയാണ് മെച്ചം. ആ 4-മത്തോടത്ത് തന്നെ ഷാഫി മദ്ഹബിലെ 2ാം കൗൽ എടുത്തുകൊണ്ട് 4 ആളായാലും ജുമാ സഹിയാവും എന്ന കൗൽ എടുത്തുകൊണ്ട് ജുമാ നിസ്കരിക്കുകയും മുഅത്തമദായ 40 ആളുണ്ടെങ്കിലേ സഹിയാവുള്ളൂ എന്ന കൗലിന്റെ പേരിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ളുഹ്റ് മടക്കി നിസ്കരിക്കുകയും ചെയ്യലാണ് ഏറ്റവും നല്ല രീതി. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ ഉസ്താദ്. ഞാന് മുമ്പ് ഒരു ഉസ്താദ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സൗദി അറേബ്യയിലെ വഹാബികളൊക്കെ ആയിരിക്കും ചിലപ്പോ ഈ ഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ അങ്ങ് മദീനത്തിലൊക്കെ നല്ല സുന്നി വിശ്വാസമുള്ളവരുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ചിലപ്പോ ഇമാമ് ബിദ്അഈ ആശയക്കാരനായ വഹാബികളായിരിക്കും. അതുകൊണ്ട് ജുമാ കഴിഞ്ഞാൽ ളുഹർ 4 റക്അത്ത് മുടങ്ങാതെ നിസ്കരിച്ചോളണമെന്ന് പണ്ടൊരു ഉസ്താദ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ 10-15 വർഷം കൊണ്ട് അത് തുടർന്ന് അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉസ്താദിന് ആഫിയത്തിന്റെ ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ. പിന്നെ വേറൊരു കാര്യം ഉസ്താദ്, നേരത്തെ ഒരാൾ പറഞ്ഞപ്പോ നാട്ടിലെ റീചാർജ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ടോൾ ടൈം ഒക്കെ കൊടുക്കുന്നുണ്ട്, അത് പലിശയിൽ പെടുമെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതോട് അനുബന്ധിച്ച് തന്നെ നമ്മുടെ ഒരു സാധനം നേരത്തെ മുമ്പ് ഞാൻ ഉസ്താദിന്റെ അടുത്ത് ഒരു കാര്യം ഇത് ചോദിച്ചിട്ടുണ്ട്. അതിന് ഉസ്താദിന്റെ മറുപടി തന്ന രീതിയിൽ വെച്ചിട്ട് വേറൊരു ചോദ്യം അതിനോടനുബന്ധിച്ച് ചോദിക്കുന്നതാണ്. ഒരു സാധനം ഇപ്പോൾ ഒരു 1000 റിയാൽ വിലയുള്ള ഒരു സാധനം ഒരാൾക്ക് മറ്റേ അക്സാത്തിൽ, അതായത് 2, 3, 4 ടേണായിട്ട് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിൽക്കുന്ന സമയത്ത് ഒരു 200 റിയാൽ ലാഭം എടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ 1200 കൂട്ടിയിട്ട് അത് 4 പ്രാവശ്യമാണെങ്കിൽ 300 വെച്ചിട്ട് അടയ്ക്കണം എന്നുള്ള കണ്ടീഷൻ പറഞ്ഞിട്ട് കൊടുക്കുന്നതിന് തകരാറില്ല എന്നാണ്. അപ്പൊ അതും ഈ ലോണിലെടുക്കുന്ന വണ്ടിയും തമ്മിൽ സെയിം ആയി പോകുമോ എന്നൊരു സംശയം വെച്ചിട്ട് ചോദിക്കണം. അതിന്റെ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നേക്കണം. അതായത് 40,000 രൂപ വിലയുള്ള ഒരു കാറ് നിങ്ങൾക്ക് 4 വർഷത്തെ ടേണായിട്ട് അടയ്ക്കാം. അതിന് 48,000 രൂപ അടയ്ക്കണം, 8,000 രൂപ കൂടുതൽ അടയ്ക്കണം. അപ്പൊ മാസം അതിന്റെ 4,000 റിയാൽ വെച്ച് അടവ് വരും എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതും ഇത് തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ളതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. 10 രൂപയുടെ റീചാർജ് കാർഡ് കയറ്റുമ്പോ 7 കിട്ടുക എന്ന് പറയുന്നത് പലിശന്റെ ഒപ്പുപെടൂല, അതും നികുതിയാണ്. നമ്മളെ നാട്ടിൽ നികുതി ഇല്ലാത്ത ഒരു കാര്യവും ഗവൺമെന്റ് അംഗീകരിക്കൂലല്ലോ. അതുപോലെയല്ല ലോണ്.
അത് നമ്മൾ വാപ്പാക്ക് പരിചയമുണ്ടോ പറഞ്ഞാൽ ലോണ് വേറെയാണ്. അതായത് ചില സ്കീം അനുസരിച്ച് ചില മൊബൈൽ കമ്പനികൾ നമ്മൾ റീചാർജ് ചെയ്ത കാർഡ് തൽക്കാലം കഴിഞ്ഞു, അത്യാവശ്യമായിട്ട് നമുക്ക് വിളിക്കേണ്ടതുണ്ട്, ഇനി കാർഡ് കയറ്റാൻ സമയമില്ല, എന്നാൽ അവർ മുൻകൂറായി അനുവദിച്ചു തരും. ഉദാഹരണം, ഞാൻ ഇപ്പൊ 2 അവർ പറയുന്ന എന്റെ മൊബൈലിൽ പറയുന്ന കേട്ട് നമുക്ക് അതിന്റെ ആവശ്യം വരില്ല, വേറെ വിഷയം. 15 രൂപ ലോണായിട്ട് തരും എന്ന് പറഞ്ഞാൽ നമ്മൾ കാർഡ് കയറ്റാതെ തന്നെ 15 രൂപക്ക് വിളിക്കുക. പക്ഷേ അടുത്ത റീചാർജിൽ 18 രൂപ നമ്മളിൽ നിന്ന് അവർ ഈടാക്കും. മറ്റൊന്ന് 20 രൂപ വരെ ലോൺ അനുവദിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂർ കാർഡ് കയറ്റാതെ 20 ഉറുപ്പ്യക്ക് വരെ വിളിക്കാം. പക്ഷേ അടുത്ത റീചാർജിൽ 25 രൂപ ഈടാക്കും. ഇത് പലിശയാണ് എന്നാ പറഞ്ഞത്. മറ്റേത് നേരത്തെ പറഞ്ഞേക്ക് നികുതിയാണ്. 10 നമ്മൾ കയറ്റിയാൽ 7 വിളിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി 3 ഗവൺമെന്റിന്റെ വിവിധ നികുതികളാണ്. പിന്നെ രണ്ടാമത്തേത്, ഒരു വസ്തു റെഡി കാശിന് വിൽക്കുമ്പോൾ 1000 രൂപ വിലയുള്ളത് 1 കൊല്ലത്തെ അല്ലെങ്കിൽ 3 കൊല്ലത്തെ അവധിക്ക് വിൽക്കുമ്പോൾ 1200 അല്ലെങ്കിൽ 1400 വിൽക്കുന്നത് ഈ ലോണിന്റെ വകുപ്പിലല്ല, മറിച്ച് കച്ചവടത്തിൽ വില നിശ്ചയിച്ച് ഗഡു നിശ്ചയിച്ചുകൊണ്ട് മുൻകൂർ നടക്കുന്ന കച്ചവടം എന്നാണ് അതിന് പറയാം. ആ മുൻകൂർ നടക്കുന്ന കച്ചവടത്തില് സംഖ്യ റെഡി കാശിന്റെ സംഖ്യയും തമ്മിൽ വ്യത്യാസം വരും. അത് കച്ചവടത്തിന്റെ നിബന്ധന അനുസരിച്ച് 2 വിഭാഗത്തിനും അതിന് ഉപകാരമുള്ളത് കൊണ്ടും വില കൃത്യമായി നിർണയിക്കപ്പെട്ട് കച്ചവടം മുറിഞ്ഞതുകൊണ്ടും അതിൽ പലിശയുടെ സാധ്യതയില്ല. അതായത് 1000 രൂപ റെഡി കാശ് കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ റെഡി കാശ് കൊടുക്കുകയാണെങ്കിൽ ആ കാശ് കൊണ്ട് കച്ചവടക്കാർക്ക് വീണ്ടും കച്ചവടത്തിൽ റോൾ ചെയ്യാമെന്നുള്ള 7 സൗകര്യം അവർക്കുണ്ട്. അതേ സമയത്ത് 1 കൊല്ലം കൊണ്ട് ഗഡുക്കളായിട്ട് അടക്കുകയാണെങ്കിൽ 1200 വേണം എന്ന് പറയുന്നു. അവിടെ ഈ 1000 രൂപയുടെ ചരക്ക് നമുക്ക് തന്നാൽ ഉടമക്കാരന് ആ കാശ് 1 കൊല്ലം കൊണ്ടേ തിരിച്ചു കിട്ടുള്ളൂ. അപ്പോ തന്റെ മുതൽ മുടക്കിയതിന് കൂടുതൽ ലാഭം ഉണ്ടെങ്കിലേ അയാൾ കൂടുതൽ കാലം ഇത് നമുക്ക് കടമായി അനുവദിച്ചു തരുള്ളൂ. 1000 ഒന്നിച്ചു കൊടുക്കാൻ കയ്യിലുണ്ടെങ്കിൽ 200 രൂപ ലാഭം ഉണ്ടാകുക എന്ന് പറയുന്നത് കയ്യിൽ കാശുള്ളവന് കിട്ടുന്ന ഒരു സൗകര്യമാണ്. കാശില്ലാത്തവന്റെയും കാര്യം നടക്കണമല്ലോ. അതുകൊണ്ട് 1 കൊല്ലത്തിൽ ഗഡുക്കളായിട്ട് അടച്ചാൽ മതി, 1200 വേണം എന്നേ ഉള്ളൂ. അപ്പൊ അവന് 200 അധികം കൊടുക്കുന്നുണ്ടെങ്കിലും ഒന്നിച്ചടക്കണ്ട എന്നുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പൊ 2 കൂട്ടർക്കും അതുകൊണ്ടുള്ള വിഷമമുണ്ട്, 2 കൂട്ടർക്കും അതുകൊണ്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ വില മുറിഞ്ഞ് കച്ചവടം നേരത്തെ നിർണയിച്ചുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് അനുവദനീയമാണ്. അസ്സലാമലൈക്കും. സൗണ്ട് കേൾക്കുന്നുണ്ടോ ഉസ്താദെ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഉസ്താദെ, കടം കൊടുത്ത പൈസക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഏകദേശം സുമാർ ഒരു 2 ലക്ഷം ഉറുപ്യ പല ആളിലായിട്ട് കടം കൊടുത്തിട്ടുണ്ട്. അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അതൊന്ന് വിവരിച്ചു തന്നാലും ഉസ്താദെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇപ്പൊ നല്ലോണം കേൾക്കുന്നുണ്ട്. നേരത്തെ ശബ്ദമില്ലേ, ഞാൻ എന്തോ ആയിട്ടാ. ഏതായാലും ഉദാഹരണം, പലരിലായി കിട്ടാനുള്ള 2 ലക്ഷം രൂപയുണ്ട്. അതിന് സക്കാത്ത് കൊടുക്കണമെന്നാ ചോദിച്ചത്. ഈ കിട്ടാനുള്ള കാശ് 1 കൊല്ലം തികയുമ്പോൾ സക്കാത്ത് നിർബന്ധമാവും. പക്ഷേ അത് കിട്ടുന്ന ഉറപ്പുണ്ട്, ഏത് സമയത്ത് ചോദിച്ചാലും തരും എന്നുള്ള അവസ്ഥയിലാണ്. അവധി എത്തിയും ചെയ്താണ്, തരാനുള്ള ആള് സ്ഥലത്തുണ്ട്, അയാൾക്ക് സാമ്പത്തികമായ കഴിവിന് പ്രശ്നമൊന്നുമില്ല, ചോദിച്ചപ്പോഴും കിട്ടും എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ തന്നെ കൊടുക്കണം. കൊല്ലം കഴിയുമ്പം അപ്പോൾ തന്നെ കൊടുക്കണം. ഇനി അങ്ങനെയല്ല, കൊടുത്ത കാശ് കിട്ടാനുണ്ട്, എപ്പോഴാ കിട്ടാന്നും പറയാൻ കഴിയൂല, കിട്ടുമെന്ന് ഇപ്പൊ നല്ലൊരു ഉറപ്പുമില്ല, കിട്ടിയത് വരും, ചിലപ്പോ കിട്ടിയില്ലാന്നും വരും എന്ന അവസ്ഥയിലുള്ള കടമാണെങ്കിൽ സക്കാത്ത് ഉജൂബ് തന്നെ. പക്ഷേ അത് കിട്ടിയിട്ട് കൊടുത്താൽ മതി. കിട്ടിയിട്ട് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടാ കിട്ടിയെങ്കിൽ 2 കൊല്ലത്തോ ഒന്നിച്ച് കൊടുക്കേണ്ടി വരും മാത്രം.
ഇപ്പോൾ കൊടുക്കണമെന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ കിട്ടാനുള്ള കാശ് സക്കാത്ത് വുജൂബാകാൻ ആവശ്യമാവുന്ന മതിയായ തുക ഉണ്ടെങ്കിൽ കൊല്ലം തികയുമ്പോൾ സക്കാത്ത് ഫർദ്. എന്നാൽ ഉടനെ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ആളും സ്ഥലത്തുണ്ട്, പൈസ ഉള്ള ആളാണ്, എപ്പോ ചോദിച്ചാലും കിട്ടും എന്ന അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ തന്നെ കൊടുക്കൽ വുജൂബാണ്. അല്ല, കിട്ടിയാ കാണാം, ചിലപ്പോ കിട്ടിയെന്ന് വരും, ചിലപ്പോ കിട്ടിയില്ല എന്ന് വരും. അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ കിട്ടിയാൽ കൊടുത്താൽ മതി. പക്ഷേ കിട്ടിയിട്ട് കൊടുക്കുമ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ കിട്ടിയെങ്കിൽ അത്രയും കൊല്ലത്ത് കൊടുക്കേണ്ടി വരും. രണ്ടായാലും കിട്ടാനുള്ള കടത്തിന് സക്കാത്ത് വേണം എന്നതാണ് ശരി. അസ്സലാമലൈക്കും. ഇവിടെ സൗദി അറേബ്യയിലൊക്കെ ഒട്ടകത്തിന് അറക്കുന്നത് കണ്ടത് കത്തി കൊണ്ട് ഇങ്ങനെ കഴുത്തിന് കുത്തിട്ട് രക്തം ഒഴിവാക്കുക ചെയ്യുന്നത്. നമ്മള് സാധാരണ പോത്തിനൊക്കെ ആക്കുന്നത് കാണുന്ന പോലെ കത്തി കൊണ്ട് അറക്കുന്നതല്ല. അത് സഹിയാവോ ഹലാലാവോ എന്നുള്ളതാണ്. അങ്ങനെ അത് ഇവിടെ ഞാൻ കണ്ടത്. അത് ശരിയാവോ ഇല്ല എന്നുള്ള ഒരു സംശയം ഉണ്ടായി. അസ്സലാമലൈക്കും. അലൈക്കും അസ്സലാം. ഒട്ടകത്തെ കുത്തി ഇറക്കലാണ് സുന്നത്ത്. പക്ഷെ കുത്തിയിട്ട് കത്തി അവിടെ വെക്കല്ല ചെയ്യുക, കീപോട്ട് ഇങ്ങോട്ട് ഇറക്കും, മേപ്പോട്ടല്ല ഈ കാരണം അത്ര. സാധാരണ നമ്മൾ ചെയ്യുക കാലികളെ, ആട്, പോത്ത്, കാള പോലത്തതിനെ കൗത്തിൽ കത്തി വെച്ച് കീപോട്ട് ഇറക്കുകയാണ് ചെയ്യുക. എന്നാൽ ഒട്ടകത്തിനെ ഇറക്കൽ സുന്നത്തായ രീതി, ഒട്ടകത്തിനെ അങ്ങനെ അർത്ഥം പറ്റായില്ല, സുന്നത്തായ രീതി കൗത്തിന്റെ മധ്യത്തിൽ കത്തി കുത്തി കയറ്റുക. അപ്പൊ കത്തിന്റെ തല അപ്പുറത്തേക്കാണ് കയറും. എന്നിട്ട് അത് കീപോട്ട് കണ്ട് അറക്കുക. ഇതിന് കുത്തിയറവ് എന്നാണ് പറയാ. അങ്ങനെയാണ് ഒട്ടകത്തെ അറക്കൽ സുന്നത്തായ രീതിയായി കിതാബുകളിൽ പറഞ്ഞത്. ഹലോ ഹലോ അസ്സലാമലൈക്കും. പിന്നെ ലേശം പൈസ അത് 5-6 കൊല്ലം മുന്നേ വായ്പ കൊടുത്തിരുന്നു. ആ കൊടുത്ത ആള് ഇതുവരെ തന്നിട്ടില്ല, തരുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോ അതിന് സക്കാത്ത് കൊടുക്കണോ? കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 11 റുപ്യന്റെ അടുത്താണല്ലേ. അതിപ്പോ കൊടുക്കണേ 11 കൊടുക്കേണ്ടി വരും എന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ വിധി എന്താ? അസ്സലാമലൈക്കും. ചോദ്യം കൊണ്ട് വേണ്ടത്ര മനസ്സിലായില്ലല്ലോ. ചോദ്യം ഒന്നുകൂടി വ്യക്തമായി പറയാം. ചോദ്യം തുടക്കം ഭാഗം കേട്ടിരുന്നില്ല, അതാ തുടക്കം ശബ്ദമില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ശബ്ദം ഉണ്ടായത്. അസ്സലാമലൈക്കും. ഞാന് ഒരു 5-6 കൊല്ലം മുന്നേ ഒരാൾക്ക് പൈസ വായ്പ കൊടുത്തിരുന്നു. അയാൾ ഇതുവരെ തന്നിട്ടില്ല. ചോദിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഇത്രയായി. അപ്പൊ അതിന്റെ സക്കാത്ത് കൊടുക്കണോ? കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ അത് ഓലിപ്പോ തരികയാണെങ്കിൽ അതേ സംഖ്യയല്ല തരിക. അപ്പൊ പകുതി വരുവാവൂലേ? അപ്പം അങ്ങനെ നോക്കുമ്പോ എന്റെ പൈസ പകുതിയാവും. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഇനി തരുമെന്നുള്ള സംശയമാണ്, കിട്ടുമെന്നും അറിയില്ല. അപ്പൊ അത് അതിന്റെ വിധി എന്താ? എങ്ങനെ സക്കാത്ത് കൊടുക്കേണ്ട രീതി? മാനെ പടച്ചവനെ, എല്ലാവിധ ഹൈറിന്റെയും വാതിലുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. എല്ലാ ഷെറിനെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. പടച്ചവനെ, പ്രായമെത്തിയ പലരും പല നിലക്കുള്ള അവശതകളും വിഷമങ്ങളുമുണ്ട്. എല്ലാവർക്കും നീ ആഫിയത്തും ഹൈറും സലാമത്തും നൽകണേ അല്ലാ. പലതരത്തിലുള്ള ഗുരുതരമായ രോഗം ബാധിച്ചവർ ഞങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുമുണ്ട്. റഹ്മാനായ റബ്ബേ, അവരുടെയൊക്കെ എല്ലാ വിഷമങ്ങളും മാറ്റി റാഹത്തും ആഫിയത്തും സലാമത്തും നൽകണേ അല്ലാ.
ഭക്ഷവനെ മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഭക്ഷവനെ സ്വാലിഹായ മക്കൾക്ക് ജന്മം നൽകാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നീ നാഫിയായ ഇൽമു കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ പഠനത്തിലും പരീക്ഷയിലും ഉന്നതമായ വിജയം നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. നല്ല അവസ്ഥയിൽ അവരെത്തി സ്വാലിഹീങ്ങളായി സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ സേവനം ചെയ്യുന്നവരായി ഖൈറായ നിലക്ക് സന്തോഷകരമായ ജീവിതം നയിക്കുന്നത് കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ എന്നിട്ട് മരണപ്പെട്ടു പോയവരുടെ ആഹാരം നീ സന്തോഷമാക്കണേ റബ്ബേ. പ്രായമെത്തിയ ഞങ്ങളെ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നീ കൊടുക്കണേ അല്ലാ. ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലും ഏർപ്പാടുകളിലും ഒക്കെ നീ ഹൈറും ബറക്കത്തും സലാമത്തും നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ഹൈറും ബറക്കത്തുമുള്ള ജോലി നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന ജോലികളിൽ സബാത്തും റഹ്മത്തും ബറക്കത്തും ഏറ്റിത്തരണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. പടച്ചവനെ, പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞ 40 പറഞ്ഞ ആ ഉമ്മ, അവരുടെ ആഖിറം നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളും പോരായ്മകളും നീ പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാ സ്വാലിഹ അമലുകളും നീ കബൂലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, അതുപോലെ ഞങ്ങളെയൊക്കെ ബന്ധത്തിൽ നിന്നിട്ടും കുടുംബത്തിൽ നിന്നിട്ടും സഹപ്രവർത്തകന്മാരിൽ നിന്നിട്ടും ആദർശ ബന്ധുക്കളിൽ നിന്നിട്ടും മരണപ്പെട്ടു പോയവരുടെ ആഹാരം നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ഖബർ ജീവിതം നീ സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉസ്താദന്മാര്, നേതാക്കന്മാര്, പ്രവർത്തകന്മാർ, അവർക്കൊക്കെ നിന്റെ ഹിഫ്ളും ഹിമായത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവിധ ഖൈറും ബറക്കത്തും ആഫിയത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ സേവനം ചെയ്യാനും അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തൗഫീഖും തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, സ്വന്തം ജീവിക്കാനും കുടുംബം പോറ്റാനും ആവശ്യമായ ഹലാലായ മാർഗത്തിലുള്ള ഐശ്വര്യം തരണേ അല്ലാ. ജീവിക്കാനും കുടുംബം പോറ്റാനും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ആഫിയത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് ഞങ്ങളെ നോക്കുന്ന ആളുകൾക്ക് ഒരു ബാധ്യതയാക്കി ഞങ്ങളെ നീ കിടത്തല്ല റഹ്മാനെ. പടച്ചവനെ, നിന്ന് നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുള്ള ആഫിയത്ത് മരണം വരെ നിലനിർത്തി തരണേ റഹ്മാനെ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഹൈറായ ഹലാലായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാ. അവസാനം മരണം ഹൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ നല്ല കാര്യങ്ങളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കടപാടുകൾ വീട്ടി വസിയത്ത് പറഞ്ഞ് ഓർമ്മയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഖബർ ജീവിതം നീ സന്തോഷമാക്കി തരണേ അല്ലാ. ആഖിറത്തിലുള്ള എല്ലാ കടമ്പകളിലും ഞങ്ങളെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അർശിന്റെ തന്നിലേക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് ചെന്ന് അവിടുത്തെ ഷറഫാക്കപ്പെട്ട തിർക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും ആ മഹത്തായ ഷഫാഅത്ത് കൊണ്ട് പരലോക വിജയം നേടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ എത്തിച്ചെല്ലണേ റഹ്മാനെ. നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങളോടുകൂടി ഒരുമിച്ചുകൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ഒത്താശയും ചെയ്തു തന്നവർ, ഞങ്ങളോട് ദുആവസിയത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആവസിയത്ത് ഏറ്റെടുത്തവർ, ദീനിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മോമിനും മോമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ദുന്യാവും ആഖിറവും നീ ഖൈറിലും സലാമത്തിലും റാഹത്തിലും ആഫിയത്തിലുമാക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. واغفر لنا يا غافر المذنبين وارحمنا برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. دعاء السلام عليكم ورحمة الله وبركاته.